ഹലോ ഡാർലിങ്സ്, ദ റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു. പിന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പലതും പൊലമ്പും പ്രഹസനം കാണിക്കും. വി ഡോണ്ട് കെയർ, ബിക്കോസ് ഞങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ സൈബർ സെല്ലിൽ അതുപോലെ കേരള പോലീസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇതിനും അതിന്റെ പുറകെ നിയമനടപടികൾ ഉണ്ടാവും. ഡിവൈഎസ്പി തന്നെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ചപ്പീന ബീവിയും ചപ്പീന ബീവിയുടെ ചപ്പിയ കൂട്ടുകാരും ഒന്ന് ബിവേർ ആയിക്കൊള്ളുക. നിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കുമല്ലോ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറുകൾ, തെളിവുകൾ, വീഡിയോസ്. ഇതൊന്നും ഞാൻ എൻ്റെ ചാനൽ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ ചാനലിൽ കൂടിയിട്ട് കാണിച്ചൊക്കെ ആൾക്കാർ കണ്ട കാര്യങ്ങളും അറിഞ്ഞ അവർക്കൊക്കെ അറിയാം. നിന്നെ ഇനി എനിക്ക് ഏൽപ്പിക്കേണ്ട നിയമത്തിലാണ്, നിന്നെ നിന്റെ കൂട്ടാളികളെ. നീ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. നിന്റെ യഥാർത്ഥ അജണ്ട എന്തുവാണെന്ന് എനിക്കറിയാം. പണി ചെയ്യാതെ മെയ് അനങ്ങാതെ ഓരോ ഫാമിലിയിലും കയറി കളിച്ച് പൈസ ഉണ്ടാക്കുക, മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർക്കുക. അവസാനം അത് എന്തിലേക്ക് ചെല്ലും? അവരെ ഭീഷണിയിലേക്ക് ചെല്ലും, ബ്ലാക്ക് മെയിലിംഗിലേക്ക് ചെല്ലും. ബ്ലാക്ക് മെയിലാണ് മെയിൻ, ബിഗിലെ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിന്റെ മെയിൻ. അപ്പോ ഇനി നിർത്തിക്കോ നീ അത്. നീയും നിന്നെ സഹായിക്കുന്ന കുറെ ചന്ത കൂട്ടുകാർ നിനക്കൊണ്ടെന്ന് എനിക്കറിയാം. ചന്ത കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ചന്ത വ്ളോഗേഴ്സ് പലരെയും ഭീഷണിപ്പെടുത്തി. ഞാൻ ശരിക്കും ചിന്തിക്കാത്ത, എനിക്കൊരു ഊഹാപോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കുറിച്ച് തെളിവ് സഹിതമാണ് ആൾക്കാർ വിളിച്ച്. എൻ്റെ ഓഫീസ് ഫോണിന് വിശ്രമമില്ല, അതുപോലാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. എന്താണ് ശ്രീ, നിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ തീരെ തെറ്റിയിട്ടില്ല. നിങ്ങൾ മനുഷ്യനും അല്ല, മൃഗവും അല്ല. ചപ്പീന GB, അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നല്ലോ ഞാൻ ആലോചിക്കുന്നു. എൻ്റെ മോനെ, നിങ്ങൾ ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് വ്യഭിചാരവും അപരാധവും പറയരുത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ലോക ഫ്രോഡുകളെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം, ആരും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ ഈ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അവരുടെ പഠന കാര്യങ്ങൾക്കും അവരുടെ എന്റർടൈൻമെന്റിനും അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, വെദർ ഇറ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്. നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോവുക, നിർത്തുക, മര്യാദയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ചപ്പീന GB, നിങ്ങൾ ജയിലിൽ കിടക്കും. നിങ്ങളുടെ ഇവിടെ വന്നിരുന്നുള്ള ഈ മോന്തയ്ക്ക് കോങ്കണ്ണ് വെച്ചുള്ള ആ സാധനമൊന്നും ഇറക്കണ്ട, അതൊന്നും വേണ്ട. അതൊക്കെ നിർത്തിക്കോ. നിർത്തുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മന്ത്രിസഭാ തലത്തിൽ എത്തുന്നവരെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾക്ക് 100 ചാനൽ ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് 110 ചാനൽ ഉണ്ടാക്കാം. എന്തായാലും എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളെക്കാളും അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും മൂളയും എനിക്കുണ്ടെന്ന്. പിന്നെ വിദ്യാഭ്യാസം അല്ല സംസ്കാരത്തിന്റെ അടിസ്ഥാനം, അത് വേറെയാ. അത് ഞാൻ ഈ ചാനലിലൂടെ പറയത്തില്ല. ബിവെയർ ആൻഡ് സ്റ്റോപ്പ് ദിസ്.